ഓക്കെ, നിങ്ങൾ ഇത്രയും വലിയ പയർ വിത്ത് കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? പിന്നെ നീ കാതിരിക്കില്ല. അതെ, ഈ വിത്ത് കണ്ടോ? അതെ, എത്ര വലിയ വിത്താണ്. പക്ഷെ നല്ല കളറും നല്ല ഭംഗി, നല്ല സോഫ്റ്റ് വൈറ്റ് കളർ. ഇതിങ്ങനെ ചുമ്മാ നമുക്ക് എന്താ ഒലത്തി കഴിക്കാനൊക്കെ തോന്നും. പക്ഷെ ഇതൊരു പയർ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അത് വാളരിപ്പയർ. അതാണ് ഇത്. കണ്ടോ, ഒരു വാള് പോലെ അല്ലെങ്കിൽ ഒരു കത്തി പോലെയൊക്കെ ഇരിക്കുന്ന കത്തിപ്പയർ, വാളരിപ്പയർ എന്നൊക്കെ പറയുന്നതിന്റെ വിത്താണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ പറ്റിയാ? വാളരിപ്പയറിനെ പറ്റി. അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇവിടെ നിറയെ ഉണ്ടായി കിടക്കുന്നത്. നമ്മുടെ ഐഡന്റിഫൈ ചെയ്ത് നോക്കണമല്ലോ. അതെ, സത്യം. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ. നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എന്ത് പയറാണെന്നുള്ളത്. സെയിലിന് വെക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് പല പേരുകൾ, പല നാട്ടിലും പല പേരുകളുണ്ട്. അങ്ങനെ പല പേരുകളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. വള്ളിച്ചെടിയായിട്ട് നമ്മുടെ പയർ വർഗ്ഗത്തിൽ പെടുന്ന ഒരു ചെടിയാണിത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നടാം. വലിയ കേടുപാടുകളോ അങ്ങനെ മൂഞ്ഞയോ പുഴുക്കേടോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഒരു 2 ചെടിയോ അല്ല ഒരു ചെടി ഉണ്ടെങ്കിലും നമ്മുടെ ചെറിയൊരു കുടുംബത്തിന് വീട്ടിലേക്ക് 3 പേര് 4 പേരുള്ള കുടുംബത്തിന് സുഖമായിട്ടൊരു തോരൻ വയ്ക്കാനൊക്കെ മെഴുക്കോട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധനം കിട്ടും ഇത് വെച്ച് കഴിഞ്ഞാൽ. അത് കൂടാതെ തന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമെന്നുള്ളത്. നമ്മൾ തന്നെ വീട്ടിൽ കൃഷി ചെയ്താൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ, കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഈ പയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.